യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എനിക്ക് കവടിയൊന്നും നിരത്തി നോക്കണ്ട. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? മനസ്സിലായില്ല. ആന്റി എന്താ ഉദ്ദേശിച്ചേ? അഭി കാരണം ഭാമ ഗർഭിണിയായപ്പോ നീ വന്ന് എന്റെ കാല് പിടിച്ചല്ലേ ഇവരുടെ കല്യാണം നടത്തിയത്. അതുപോലെ അരുന്ധതിക്കും എന്തെങ്കിലും സംഭവിക്കുമ്പോ ഞാൻ വന്ന് നിന്റെ കാല് പിടിക്കാൻ വേണ്ടിയല്ലേ നീയും ഭാമയും കൂടി നിന്റെ അനിയനെ ഇറക്കി വിട്ടിരിക്കുന്നത്. എന്താ ആന്റി ഇത്? മക്കളുടെയൊക്കെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെ ചീപ്പായിട്ട് സംസാരിക്കുന്നത്. ഇവർക്ക് ചീപ്പായിട്ട് പെരുമാറാമെങ്കിലേ എനിക്ക് പറയുന്നതിന് എന്താ കുഴപ്പം? ഗായത്രി, നിന്റെ ഈ മോള് ഭാനുവിന്റെ മുറിയിൽ ഇതുപോലൊരുത്തൻ രാത്രി മുതൽ രാവിലെ വരെ കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? പറ ഗായത്രി, നീ എന്ത് ചെയ്യും? എന്താ മറുപടി ഇല്ലല്ലേ? ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല ഭാവനെ. ബാംഗ്ലൂർ പോയിരിക്കുന്ന അഭിയൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. പിന്നെ അടുത്ത നിമിഷം ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് നീ നോക്കിക്കൂ. ഇവൻ എത്രമാത്രം ധൈര്യം ഉണ്ടായിട്ടാ ഇവൻ ഇങ്ങനെ ചെയ്തത്? എന്തുവാടാ ഈ കേൾക്കുന്നത്? നീ എന്തിനാ അരുന്ധതിയെ കാണാൻ വേണ്ടി പോയത്? ഈശ്വര, ഞാൻ എന്താ പറയണ്ടേ? മൈക്കിളുമായിട്ടുള്ള പ്രശ്നം പറയാനും പറ്റത്തില്ലല്ലോ. എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഏട്ടാ, അങ്ങനൊരു ബന്ധവും ഞാനും അരുന്ധതിയും തമ്മിലില്ല ഏട്ടാ. പിന്നെ ഇന്നലെ രാത്രി മുഴുവൻ നിനക്ക് ഇവളുടെ മുറിയിൽ എന്തായിരുന്നടാ കാര്യം? അതുകൂടി പറ. എന്റെ കുടുംബസ്വത്ത് കണ്ടപ്പോ നിന്റെ ചേച്ചിനെ കണ്ണു മഞ്ഞളിച്ചു പോയല്ലേ? എന്തിനാ ആന്റി ആവശ്യമില്ലാത്തൊക്കെ ഇങ്ങനെ പറയുന്നേ? നിങ്ങളുടെ കുടുംബസ്വത്ത് ഞങ്ങൾക്ക് എന്തിനാ? പോകുമ്പോ അതും കൂടെ കൊണ്ടുപോകാനോ? എന്താടാ, എന്തിനാ നീ അരുന്ധതിയെ കാണാൻ പോയത്? അരുന്ധതിയുടെ അടുത്തുണ്ടായിട്ടാണോ ഇന്നലെ സേതു എന്നോട് കള്ളം പറഞ്ഞത്? ഞാൻ നിന്നെ വിളിച്ചപ്പോഴും നീ ഫോൺ എടുത്തില്ല. സത്യം പറ, എന്താ ഉണ്ടായത്? മതി ഭാവന നിന്റെ അഭിനയം. ഭാരത്തിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ അറിയാത്ത പോലെ പെരുമാറുന്നു. ആന്റി, ഞാൻ പലവട്ടം പറഞ്ഞു ഈ സംസാരം വേണ്ടാന്ന്. ഇത്തരം തരം താഴ്ന്ന രീതിയിലൊന്നും പെരുമാറാൻ എന്നെ കിട്ടില്ല. ഓ, നീ വലിയ പുണ്യാളത്തിയല്ലേ? വേണ്ട ഭാവനെ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ആന്റി, ഇവർക്ക് എന്തോ അബദ്ധം പറ്റിയാന്ന് തോന്നുന്നു. അല്ലാതെ അങ്ങനൊന്നും വരാൻ വഴിയില്ല. പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും ഒരു രാത്രി മുഴുവൻ ഒരു മുറിയിൽ രഹസ്യമായിട്ട് കഴിയുന്നതാണോ അബദ്ധം? അത് ചിലപ്പോ ഈ കുടുംബത്തിൽ നടക്കും, എന്റെ കുടുംബത്തിൽ നടക്കില്ല. എന്താ ഇത്? നീ മിണ്ടാതെ നിന്നോണം. ഇന്നിവിടെ ഒരു തീർപ്പുണ്ടാക്കിയിട്ട് ഞാൻ പോവും. ഇനി എന്തു പറഞ്ഞു ഞാൻ രക്ഷപ്പെടും? ഒരിക്കലും മൈക്കിളിന്റെയോ മയക്കുമരുന്നിന്റെയോ കാര്യം പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊന്നും ആവില്ല. ഭരതേ, സത്യം പറ, നീ എന്തിനാ അരുന്ധതിയെ കാണാൻ പോയത്? ചേച്ചി, അത് പിന്നെ എടാ, നിന്നോടാ ചോദിച്ചത്, സത്യം പറയാൻ. എന്തിനാ നീ അവിടെ പോയെന്ന്? എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അതോ ഇനി അടുത്ത കള്ളം പറയാൻ വേണ്ടി ആലോചിക്കുകയാണോ? അങ്ങനെ ഞാൻ ഇവനെ വിടില്ല ചെയ്തു കേട്ടോ. ഇന്ന് സത്യം പറയാതെ ഇവൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല. എന്താ ഭവനെ, ഇനി അത് ഇവന്റെ വായിന്ന് കേട്ടാലേ നീ വിശ്വസിക്കുള്ളൂ? അതെ ആന്റി, ഞാനാണ് ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതാണല്ലോ ആന്റി പറഞ്ഞത്. അപ്പൊ പിന്നെ എനിക്ക് ഇതിന്റെ യാഥാർത്ഥ്യം അറിയണം. ദേ നിക്കല്ലേ നിന്റെ പുന്നാര അനിയത്തി ഭാമ. ഇവളോട് ചോദിക്ക്, ഇവളും കണ്ടല്ലേ? ഇതിപ്പോ രണ്ടാമത്തെ തവണയാ അരുന്ധതിയുടെ മുറിയിൽ നിന്ന് ഇവനെ ഞാൻ കൈയോടെ പിടിക്കുന്നത്. അന്ന് എന്തൊക്കെ നുണകളാ ഇവൻ പറഞ്ഞതെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായോ? ഭരതേ, നീ ഇപ്പൊ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയുന്നോ ഇല്ലയോ? മോനെ, സത്യം എന്താന്ന് വെച്ചാ പറ. എന്താ ഭരത്തെ? എന്താണെങ്കിൽ നീ പറയേ. എന്തിനു വേണ്ടിയാ നീ അരുന്ധതിയെ കാണാൻ പോയേ? ഭരതേ, എന്നെ നിനക്കറിയാലോ.
മര്യാദയ്ക്ക് പറ, ഇല്ലെങ്കിൽ ഞാൻ ഇനി ചോദിക്കുന്ന നാവുകൊണ്ടായിരിക്കില്ല. എനിക്ക് നിന്റെ ഈ താളം ചവിട്ടലിന് തന്നെ എന്തോ പന്തികേട് മണക്കുന്നുണ്ട്. ഇന്നലെ നീ സേതുവിനെ ഫോൺ ചെയ്തപ്പോ ഏതോ കൂട്ടുകാരന്റെ വീട്ടിലാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെയാ നീ അരുന്ധതിയുടെ അടുത്ത് പോയത്? എനിക്ക് അരുന്ധതി ഇഷ്ടമാണ് ചേച്ചി. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേട്ടത്? ഈ നാശിച്ചുള്ള കാരണം ആരുടെയൊക്കെ മുമ്പിൽ ഇനി തല ഉണിക്കേണ്ടി വരുന്നത്? നാണം കിട്ടോളെ. നിന്നെ ഞാനത് ശരിയാ. അടിക്കല്ലേ അവളെ. കരയോ? ഉടമ്പദ്രോഹിയെ. നാശിക്കാനുണ്ടായവള്. കരയോ? ഉടമ്പദ്രോഹിയെ. നാശിക്കാനുണ്ടായവള്. അമ്മേ, ഇന്നലെ എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഏർപ്പാട്? മര്യാദയ്ക്ക് പറഞ്ഞോ. പറയടി. എടി, പറ. അവളെ ഇങ്ങനെ തല്ലല്ലേ? നാണമില്ലാത്തവളെ. അവൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായില്ല. അതങ്ങനെ നിനക്കറിയാം. എന്താ ആന്റി ഇത്? ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? ഇത് നിങ്ങളുടെ മകളല്ലേ ഒന്നുമില്ലെങ്കിലും? അതേടാ, എന്റെ മകള് തന്നെയാ. പക്ഷേ ഇവള് ഇത്രയ്ക്ക് അതപ്പതിച്ചു പോകുന്ന ഞാൻ കരുതിയില്ല. ഇതിനാണല്ലേ നിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഇവിടം വരെ കൊണ്ടെത്തിച്ചത്? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു നല്ല പേരെനിക്ക് വാങ്ങി തന്നതിന്. മതി ഭാവന നിന്റെ അഭിനയം. ഞാൻ കൈയോടെ പിടിച്ചപ്പോ അടവ് മാറ്റുന്നു. ദേ, ഇതൊന്നും അമ്പാലിക്കണ മുമ്പിൽ വില പോവില്ല. നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. ഇനി മുതൽ ഭാമയ്ക്ക് എന്റെ വീട്ടിൽ ഒരു സ്ഥാനമില്ല. ഇവളവിടെ ഉണ്ടെങ്കിലല്ലേ ഇവനവിടെ വരാൻ തോന്നൂ. മതി, എല്ലാം ഇവിടെ അവസാനിക്കട്ടെ. എന്നെ കൈവിടല്ലേ അമ്മ. മിണ്ടരുത് നീ. നീ ആ സർവ്വതിന്റെയും കാരണക്കാരി. എന്റെ മോളെ ഓരോന്ന് പറഞ്ഞ് മനസ്സ് മാറ്റിയത് നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഭാമേ, കരയാതെ. അതുകൊണ്ട് ഇനി നിനക്ക് എന്റെ അഭിമാനോടൊപ്പം ജീവിക്കാന്നുള്ള മോഹം വേണ്ട. വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കൊണ്ട് നീ ഒറ്റയ്ക്കങ്ങ് ജീവിച്ചാ മതി. ഇനി എന്റെ അടുത്ത ലക്ഷ്യം അരുന്ധതിയുടെ കല്യാണോ. എത്രയും വേഗം ഞാനത് നടത്തും. ഇവള് പഠിച്ചതൊക്കെ മതി. അമ്മ തന്നെയാ പറഞ്ഞത്, നിന്നെ ഇനി തളയ്ക്കാൻ കല്യാണം തന്നെയാ നല്ലത്. ഇവനിനി നിന്നെ പ്രണയിക്കുന്ന എനിക്കൊന്ന് കാണണം. ദേ ഭാവന, മുമ്പത്തെ പോലെ ഇവളെയും കൊണ്ടെന്റെ പിന്നാലെ വരാനോ വേദാന്തം പറയാനോ ശ്രമിക്കണ്ട. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഭാമയെ ഞാൻ എന്റെ വീടിന്റെ പടി കടത്തില്ല. അല്പമെങ്കിലും നാണോമാനം ഉണ്ടെങ്കിൽ ഇതോടെ നിർത്തിക്കൊള്ളണം. നീ നിന്റെ അനിയനോട് കൂടി പറഞ്ഞേക്ക്. ഇല്ലെങ്കിൽ ഈ അമ്പാലികയുടെ മറ്റൊരു മുഖം കൂടി നിനക്ക് കാണേണ്ടി വരും. വാടി ഇങ്ങോട്ട്. വരാൻ. ഭാമേ, കരയാതെ. ഇങ്ങോട്ട് വാടി. വിടമ്മേ. നടത്തി. ഈ അമ്പാലിക്ക് ആരാണെന്ന് ഇവരൊക്കെ കാണാൻ പോകുന്നുള്ളൂ. എന്റെ മോനെന്ന് വന്നോട്ടെ. ഈ ബന്ധം ഞാൻ അവസാനിപ്പിച്ചു തരാം. അതമ്മ മാത്രം വിചാരിച്ചാ മതിയോ? നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോടി. കേറ വണ്ടിയിലും. കേറട്ടെ അങ്ങോട്ട്. കേറ്. കേറും. ഭാമേ, ഭാമേ, സത്യത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? എന്താ അവിടെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ചേച്ചി. ഭരത് എപ്പോഴവിടെ വന്നേന്ന് എനിക്കറിയില്ല. ഒരിക്കലും അരുന്ധതിയും ഭരത്തും അങ്ങനെയുള്ളവരല്ല. പിന്നെ എങ്ങനെയുള്ളവനാന്നും കൂടി പറ, കേക്കട്ടെ.
ഒരു രാത്രി മുഴുവനും ഒരു അന്യ പെൺകുട്ടിയുടെ മുറിയിൽ കഴിഞ്ഞിട്ട് അവനെ ന്യായീകരിക്കുന്നു നീ?